ന്യൂസ് 18 വാർത്തയിൽ ഉടനടി നടപടി. വിവാദമായ അങ്കണവാടി ക്ഷേമനിധി ബോർഡ് സിഇഒ നിയമനം പരിശോധിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ചട്ടവിരുദ്ധമായ ഒരു നിയമനവും അംഗീകരിക്കില്ല. ന്യൂസ് 18 രേഖകൾ സഹിതം പുറത്തുവിട്ടത് സർവീസിൽ നിന്ന് വിരമിച്ച ടി ഗോപകുമാറിനെ നിയമിക്കാനുള്ള നീക്കം. മെസ്സി വിവാദത്തിൽ കർക്കശ നിലപാടുമായി സർക്കാർ. കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളെന്ന് മുഖ്യമന്ത്രി. നികുതി വെട്ടിപ്പ് നടന്നു, നഷ്ടമായ തുക ഈടാക്കും. കഴിഞ്ഞ സർക്കാരിന് കൈകഴുകാനാകില്ല. സ്വകാര്യ സ്ഥാപനം അനുമതി കിട്ടിയതെങ്ങനെ എന്ന് ചോദ്യം. റിപ്പോർട്ട് പരിശോധിച്ച് ഏത് അന്വേഷണം വേണമെന്ന് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി. മുട്ടിൽ മരമുറിയിലെ വഞ്ചനാക്കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ വീണ്ടും ഹാജരാകണം. 18 കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. റോജി അഗസ്റ്റിന്റെ ജാമ്യമില്ലാ വാറണ്ട് പിൻവലിച്ചു. കേസിന് ആധാരം മരം മുറിച്ചു വിൽക്കാൻ വനം വകുപ്പ് പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്ന തടിക്കമ്പനി ഉടമയുടെ പരാതി. എറണാകുളം മഹാരാജാസ് കോളേജ് SFI നേതാവ് അഭിമന്യു വധക്കേസിൽ മുങ്ങി നടന്ന 16 പ്രതികളും ഹാജരായി. വിചാരണയ്ക്കായുള്ള നടപടികൾ നിർണായക ഘട്ടത്തിൽ. വായിച്ചു കേൾപ്പിച്ച കുറ്റങ്ങൾ നിഷേധിച്ച പ്രതികൾ. വിചാരണ തീയതി ഉടൻ തീരുമാനിക്കും. പള്ളിത്തർക്കത്തിൽ യാക്കോബായ സഭയ്ക്ക് ആശ്വാസം. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഹൈക്കോടതി പരിഗണിച്ചത് 7 അപ്പീലുകൾ. തർക്കം തീർക്കാൻ സർക്കാരിന്റെ മധ്യസ്ഥതയാകാമെന്ന് കോടതി. വന്ദേമാതരം ചൊല്ലി അസാധാരണ നീക്കത്തിലൂടെ ലോക്സഭയുടെ വർഷകാല സമ്മേളനം പിരിഞ്ഞു. പ്രതിപക്ഷത്തെ മിണ്ടാൻ സമ്മതിക്കാതെ സ്പീക്കർ. പ്രധാനമന്ത്രിയും അമിത്ഷായും ഇന്ന് സഭയിലെത്തി. ബഹളത്തിനിടയിലും രാജ്യസഭ തുടരുന്നു. ലോക്സഭ പിരിഞ്ഞത് സമ്മേളന കാലയളവിൽ ഒരു ദിവസം പോലും സുഗമമായി നടപടികൾ പൂർത്തിയാക്കാതെ. വന്ദേമാതരം ഉത്തരവ് വിവാദത്തിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച മുഖ്യമന്ത്രി. കേന്ദ്ര കത്ത് ചീഫ് സെക്രട്ടറി ഫോർവേഡ് ചെയ്യുകയായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ സമയത്ത് സർക്കാർ നയം എന്തെന്ന് വ്യക്തമാകുമെന്ന് VD സതീശൻ. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ വീണ്ടും ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. കാവേരി നദീജല തർക്കത്തിൽ കർണാടകയിൽ ബന്ദ് തുടരുന്നു. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാൻ ജലനിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതിൽ പ്രതിഷേധം. ബന്ദിന് ആഹ്വാനം ചെയ്തത് 2000-ലേറെ കന്നഡ സംഘടനകൾ. ദുൽഖർ ചിത്രം ഐ ആം ഗെയിം ഓണത്തിന് വരില്ല. സെപ്റ്റംബർ 3-ന് റിലീസ് ചെയ്യും. പൃഥ്വിരാജ് ചിത്രം ഖലീഫയ്ക്കൊപ്പം റിലീസിംഗ് വേണ്ടെന്ന് തീരുമാനം. കാനഡയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ചങ്ങനാശ്ശേരി സ്വദേശി പിടിയിൽ. അറസ്റ്റിലായത് ജെയിംസ് കുട്ടി കുര്യാക്കോസ്. ഇൻഡോ ക്യാൻ റിക്രൂട്ടിംഗ് കമ്പനി ഉടമ, കനേഡിയൻ പൗരത്വമുള്ളയാൾ. ചിങ്ങവനം പോലീസിൽ മാത്രം 55ഓളം കേസുകൾ. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും KB ഗണേഷ് കുമാർ. കേസ് കൊടുക്കില്ല, അനീതി ചെയ്തവർ പുറത്തു പോകണം, മര്യാദകേടുകൾ വിളിച്ചു പറയും. ചോദ്യം ചെയ്യുന്നത് സുകുമാരൻ നായരുടെ ഹുങ്കിനെയാണെന്നും ഗണേഷ് കുമാർ. കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് നെല്ലിവിള ഭാഗം സ്വദേശി ആദർശ്. അയൽവാസി സുനിൽകുമാർ പോലീസ് പിടിയിൽ. പത്തനംതിട്ട കോന്നിയിൽ അച്ഛന്റെ സഹോദരനെ യുവാവ് ചവിട്ടിക്കൊന്നു. US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ മാനസിക സമ്മർദ്ദത്തിലായ സൈനികർ തമ്മിൽ സംഘർഷം. 7 സൈനികർ കൊല്ലപ്പെട്ടു. കടലിൽ ചാടി ആത്മഹത്യയ്ക്കും സൈനികരുടെ ശ്രമം. പ്രതികരിക്കാതെ അമേരിക്ക.